നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൈഡ് റൈസാണ്. അതിന് 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, പിന്നെ മുട്ടയാണ്, പിന്നെ ചെറുതായി അരിഞ്ഞ കാബേജ്, ക്യാപ്സിക്കം, വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഉപ്പാണ്. നമ്മൾ ലേശം ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് 1 മണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം, അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് സമയം മൂടി വെക്കുന്നുണ്ട്, തിളക്കാൻ വേണ്ടിയിട്ടാണ്. മൂടി വെക്കണമെന്നില്ല, ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾക്ക് മുട്ട ഒന്ന് വറുത്തെടുക്കാം. 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ ചട്ടി കാഞ്ഞ് വരുമ്പോൾ നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് ലേശം ഒന്ന് ചിക്കി കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നല്ലതുപോലെ നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചേരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേനും മുട്ട ചെറുതായി നമുക്കിങ്ങനെ അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. തീ എപ്പോഴും കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ മുട്ട വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കാൻ പറയുന്നത്. മുട്ട വറുത്തെടുക്കുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഏകദേശം മുട്ട വാടി വരുന്നുണ്ട്. ഏകദേശം മുട്ട വാടി വന്നു. വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ചട്ടി എടുത്ത് നമ്മൾ അടുപ്പിൽ വെക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നമ്മൾക്ക് ഒന്ന് വാട്ടിയെടുക്കണം. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 സ്പൂൺ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ബീൻസ്, ക്യാരറ്റ്, പിന്നെ ഗ്രീൻ പീസ്, ഇതൊക്കെയാണ് അതിലുള്ളത്. ഒന്ന് ചെറുതായി ഒന്നിങ്ങനെ നമുക്ക് വാട്ടി കൊടുക്കാം. ഇനി നമുക്ക് അതിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, കാബേജും ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നമുക്ക്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണമാണ് ഫ്രൈഡ് റൈസ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ
ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂക്കുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. മൂത്ത് വരുന്നുണ്ട്. ചെറുതായി നമ്മൾക്കത് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വാട്ടി വെച്ച വെജിറ്റബിൾസ് എല്ലാം നമുക്കതിൽ ഇട്ട് കൊടുക്കാം. നല്ലപോലെ എല്ലാം കൂടി യോജിപ്പിക്കാൻ നമുക്ക്. അതിന് ശേഷം നമ്മൾക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്ക്. എല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഞാനിതിൻ്റെ അകത്ത് വലിയുള്ളി ചേർത്തിട്ടില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. വലിയുള്ളി വേണ്ടുന്ന കൂട്ടർക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടിട്ടില്ല. നമ്മൾക്കത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാഞ്ഞത്. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച അരി ഇതാ നല്ല അടിപൊളി വെന്ത് റൈസാണിത്. ഒരു കുറച്ച് നമ്മൾ വേവ് നോക്കിയിട്ട് വേണം നമ്മളിതൊക്കെ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമ്മളെ അരി. ഇനി അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. എല്ലാ ഇതും കൂടി നല്ലോണം യോജിപ്പിച്ച് കൊടുക്കാം. ഇതിന് നമ്മൾ സോസ്, നമുക്ക് തക്കാളി സോസ് വെച്ചിട്ടെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മൾ ചെറുങ്ങനെ ലേശം കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അവിടെ വറുത്ത് വെച്ച മുട്ട നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി ഒന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കണം. അടിപൊളി ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വെച്ച് നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. എല്ലാവരും ഇത് വെച്ച് നോക്കണം. അടുത്ത വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ബൈ.